നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ പറ്റിയാണ്. ഉന്നതമായ ലക്ഷ്യത്തിൽ നിന്ന് ശൗൽ വീണുപോയി. എങ്കിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവിടുത്തെ ജനങ്ങളെ മറന്നില്ല. അവരെ ഭരിക്കുവാനുള്ള ആളെ ദൈവം തിരഞ്ഞെടുത്തിരുന്നു. ധീരനും മഹാമനസ്കനും ഹൃദയകാരുണ്യമുള്ളവനുമായ ഒരുത്തനെ ശൗലിൻ്റെ മരണത്തിനു ശേഷം അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകനെ ദൈവം നിയോഗിച്ചു. ശൗലിൻ്റെ മരണത്തിന് വളരെ മുമ്പ് തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ കർത്താവ് ശമൂവേൽ പ്രവാചകന് പ്രചോദനം നൽകിയിരുന്നു. ഈശായുടെ മകനായ ദാവീദ് ബേഥലഹേം പട്ടണത്തിൽ ജനിച്ച വ്യക്തിയാണ്. ദൈവം എന്നെന്നും ദാവീദിൻ്റെ ശക്തനായ സഹായിയായിരുന്നു. ഓരോ സംഭവങ്ങളും അത് നമ്മളെ കാണിക്കുന്നുണ്ട്. ദാവീദ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്ന മഹത്വമേറിയ ജോലിക്ക് അവനെ യുവാവായ കാലം മുതൽ അറിയാതെ യഹോവ ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു. ആട്ടിടയ ജോലി കൊണ്ട് ആടുകളോട് സൗമ്യമായി പെരുമാറുവാൻ ദാവീദ് ശീലിച്ചു. പിന്നീട് ദാവീദ് രാജാവായപ്പോൾ വളരെ കരുണയുള്ള ആളും ധീരനുമായി. മനോഹരമായി പാടുമായിരുന്നു. കിന്നരം വായിക്കാനും അറിയാം. ദൈവസ്തുതികൾക്കായി ദാവീദിനെ തുറസായ സ്ഥലങ്ങളിൽ മടങ്ങി വരുവോളം ദൈവത്തിന് സങ്കീർത്തനങ്ങൾ പാടുവാനും കിന്നരം വായിക്കുവാനും ദാവീദിന് അവസരമുണ്ടായി. കിന്നരം മീട്ടുവാനുള്ള മിടുക്ക് കാരണം ദാവീദിനെ ഒടുവിൽ ശൗലിൻ്റെ രാജകൊട്ടാരത്തിലെത്തിച്ചു. അവിടെ വെച്ച് ദാവീദ് കൊട്ടാരത്തിലെ പെരുമാറ്റ രീതികൾ പഠിച്ചു. പിന്നീട് ബഹുമാന്യരായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ദൈവം തൻ്റെ ലക്ഷ്യത്തിനൊത്ത് ദാവീദിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. ഗോലിയാത്തുമായുണ്ടായ വിജയകരമായ യുദ്ധത്തിൽ ദാവീദ് കാണിച്ച ധൈര്യം ഇസ്രായേൽ യോദ്ധാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. ദാവീദാണ് അവരെ രക്ഷിച്ചത്. ദാവീദാണ് അവരുടെ നേതാവ്. ഇപ്പോൾ രാജാവല്ലായതുകൊണ്ടു സ്വാഭാവികമായിട്ടെല്ലാം അവരുടെ കണ്ണുകൾ തിരിഞ്ഞത് ദാവീദിലേക്കാണ്. ഹെബ്രോണിൽ വെച്ച് യഹൂദയുടെ രാജാവായി ദാവീദ് പരസ്യമായി അഭിഷക്തനായി. അവിടെ വെച്ച് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദാവീദ് രാജകീയ ജോലികൾ ആരംഭിച്ചു. ശൗലിൻ്റെ പട്ടാള കമാൻഡറായ അബ്നേർ അക്കാലത്ത് ഒരു അന്യായ പ്രവൃത്തി ചെയ്തു. ശൗലിൻ്റെ ശേഷിച്ചിരുന്ന മകനെ ഇസ്രായേലിൻ്റെ ബാക്കി വംശക്കാരുടെ രാജാവാക്കി. അങ്ങനെ ശൗലിൻ്റെ വംശവും ദാവീദിൻ്റെ അനുയായികളും തമ്മിൽ കുറേ കാലത്തേക്ക് യുദ്ധം ആയിരുന്നു. 7.5 കൊല്ലക്കാലത്തേക്ക് ഈ യുദ്ധം നീണ്ടുനിന്നു. പക്ഷേ ഇക്കാലം അത്രയും ദാവീദിൻ്റെ കരുത്തും ഭാഗ്യവും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. ശൗൽ വംശക്കാരുടെ ഗതി പിന്നോട്ടുമായിരുന്നു. ഇസ്രായേലിൻ്റെ നാടും ഭരണവും ദാവീദിനെ ഏൽപ്പിച്ചേക്കാം എന്നും പറഞ്ഞ് അബ്നേർ രഹസ്യമായി ദാവീദിൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചു. അതേസമയം വംശങ്ങളിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവൻ ഈ നിർദ്ദേശം വെച്ചു: ഇസ്രായേലിലെ ഈ 2 രാജാക്കന്മാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഫലം വ്യക്തമാണ്. നമുക്ക് ദാവീദിൻ്റെ അടുക്കലേക്ക് പോകാം. ദാവീദിൻ്റെ കൈകളെ കൊണ്ട് ഞാൻ ഫെലിസ്ത്യരെയും ഇസ്രായേലിൻ്റെ മറ്റെല്ലാ ശത്രുക്കളെയും നശിപ്പിക്കും എന്ന ദൈവത്തിൻ്റെ പ്രവചനം നിറവേറ്റുവാനുള്ള സമയമായി മാറിയത്. എതിർപ്പ് കൂടാതെ തന്നെ അബ്നേർ തൻ്റെ ലക്ഷ്യം നേടി. ദൈവത്തിൻ്റെ വാക്കുകളിലുള്ള വിശ്വാസത്തിന് മുൻതൂക്കം കിട്ടി. മൂപ്പന്മാർ അബ്നേറിൻ്റെ കൂടെ ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അവർ പറഞ്ഞു: രാജാവേ, ഞങ്ങൾ ഇസ്രായേലിനെ മുഴുവൻ അങ്ങയ്ക്കായി അണിനിരത്താം. ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്തരായ പ്രജകളായിരിക്കും. യാക്കോബിൻ്റെ വംശക്കാർ അങ്ങനെ ഒരിക്കൽ കൂടി യോജിപ്പിലെത്തി. ഒരു കോട്ട കെട്ടി തനിക്കൊരു തലസ്ഥാന നഗരി സ്ഥാപിക്കണമെന്ന് ദാവീദിന് അഭിപ്രായമുണ്ടായിരുന്നു. വടക്കും തെക്കുമുള്ള വംശക്കാരുടെ നടുഭാഗമായ യെറുശലേമായിരുന്നു അതിനേറ്റവും പറ്റിയ സ്ഥലം.
എന്ന് തോന്നി. ആ സ്ഥലം ദാവീദ് ഉറപ്പുള്ള കോട്ട കെട്ടി അതിഭദ്രമായി സൂക്ഷിച്ച് ഒരു നഗരമാക്കി മാറ്റി. യെരൂശലേം അങ്ങനെ വീഴിക്കാനാവാത്ത രീതിയിൽ ശക്തമായ ഒരു പട്ടണമായി മാറി. പക്ഷേ അത് വീഴുക തന്നെ ചെയ്തു. പിന്നീട് ഇസ്രായേൽക്കാരുടെ മഹോന്നത ആസ്ഥാനമായി തീർന്ന ജെറുസലേം അവരുടേതായി. ഇസ്രായേൽക്കാർക്കൊരു തലസ്ഥാന നഗരമുണ്ടായത് അവരുടെ മുൻപോട്ടുള്ള നീക്കത്തിന് വളരെ സഹായകരമായിരുന്നു. പക്ഷെ അപ്പോഴും അവരുടെ ഇടയിൽ സമാധാനമുണ്ടായിരുന്നില്ല. ഫെലിസ്ത്യരും മറ്റ് രാജ്യങ്ങളും അവരെ എപ്പോഴും എതിർത്തുകൊണ്ടിരുന്നു. ദാവീദും തൻ്റെ സൈന്യം എപ്പോഴും യുദ്ധത്തിലായിരുന്നു. പക്ഷെ സൈന്യങ്ങളുടെ രാജാവ് ആയ ദൈവം എപ്പോഴും ഇസ്രായേലിൻ്റെ പക്ഷത്തായിരുന്നു. ഒടുവിൽ അനേക വർഷത്തെ യുദ്ധത്തിന് ശേഷം ഫെലിസ്ത്യരുടെ ശക്തി ക്ഷയിച്ചു. താരതമ്യേന ചെറിയവരായിരുന്ന മറ്റ് ജനതകളും സമാധാന സന്ധിയിലെത്തി. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് നൽകപ്പെട്ട വാഗ്ദാനം അങ്ങനെ നിറവേറി. കനാൻ ദേശം അവരുടെ നാടായി തീർന്നു. ഇസ്രായേലിൽ ദേശീയ ഐക്യമുണ്ടായി. ദാവീദിൻ്റെ അത്യുത്സാഹം ഏതായാലും പിന്നെയും അടങ്ങിയില്ല. ദൈവത്തിൻ്റെ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ദാവീദിൻ്റെ ആഗ്രഹവും നിർബന്ധവും. അനേകം പ്രയാസങ്ങൾ തരണം ചെയ്തതിനു ശേഷം ഒരു ദിവസം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിനകത്തേക്ക് ആനയിക്കപ്പെട്ടു. ചെണ്ടകൊട്ടും പാട്ടും നൃത്തവുമൊക്കെയായി നഗരമെന്ന് ആനന്ദത്തിൽ ആറാടി. അതിനായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പീഠത്തിന്മേൽ ദൈവത്തിൻ്റെ പെട്ടകം പ്രതിഷ്ഠിച്ചതിന് ശേഷം കർത്താവിന് ബലികൾ അർപ്പിച്ചു. അന്നു മുതലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ നഗരമായ യെരൂശലേമിന് ക്രമീകൃതമായ വിധത്തിൽ ദൈവാരാധന ആരംഭിച്ചത്. ഇസ്രായേലിൻ്റെ ദൈവത്തിന് അനുദിനം ബലിയർപ്പണങ്ങൾ നടന്നു. നീതിപൂർവകമായ ഒരു ബഹുമാന്യ ജീവിതമായിരുന്നു ദാവീദിൻ്റെത്. പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം പാപത്തിൽ വീണുപോയി. വളരെ ഗൗരവമായ പാപമായിരുന്നു അത്. ദാവീദ് ഊരിയാവ് എന്ന പട്ടാളക്കാരനെ കൃത്രിമ സാഹചര്യത്തിൽ അകപ്പെടുത്തി യുദ്ധത്തിനയച്ച് അദ്ദേഹത്തെ വധിപ്പിച്ചു. അങ്ങനെ അയാൾ മരണപ്പെട്ടതിന് ശേഷം ഊരിയാവിൻ്റെ ഭാര്യയെ ദാവീദ് വിവാഹം ചെയ്തു. പ്രവാചകനായ നാഥാൻ പ്രവാചകനെ ദൈവം രാജാവിൻ്റെ അരികിലേക്ക് വിട്ടു. നാഥാൻ ദാവീദിനോടൊരു കഥ പറഞ്ഞു. ആ കഥ ഇതാണ്. പണക്കാരനായൊരു ഭൂവുടമ, ധാരാളം കന്നുകാലികളും ആടുമാടുകളും അയൽക്കാരുമുണ്ടായിരുന്നു. ഒരു അതിഥിക്ക് വിരുന്നൊരുക്കുന്നതിനായി അടുത്തുള്ള ഒരു പാവപ്പെട്ടവൻ ഓമനിച്ചു വളർത്തുന്ന ഏക ആട്ടിൻകുട്ടിയെടുത്ത് വിരുന്ന് തയ്യാറാക്കി. ഈ കഥ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദിന് ഈ കഥ കേട്ടപ്പോൾ വലിയ കോപമാണുണ്ടായത്. അവനെ കൊന്നുകളയേണ്ടതാണെന്ന് ദാവീദ് തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ നാഥാൻ ദാവീദിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ. ദാവീദിന് മനസ്സിലായി തൻ്റെ പ്രവൃത്തിയെപ്പറ്റി. അദ്ദേഹം ബോധവാനായി പശ്ചാത്തപിച്ചു. ഞാൻ കർത്താവിനെതിരായും എൻ്റെ സ്നേഹിതനെതിരായും പാപം ചെയ്തു പോയി. കർത്താവ് നിൻ്റെ പാപം പുറത്തിരിക്കുന്നു. നാഥാൻ ദാവീദിനോട് മറുപടി പറഞ്ഞു, നീ അതിനെ പ്രതി മരിക്കില്ല, പക്ഷേ നീ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. അതിനാൽ ദാവീദിൻ്റെ ജീവിതാവസാന കാലഘട്ടം ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു. നിയമവിരുദ്ധമായുള്ള വിവാഹത്തിൽ ജനിച്ച കുട്ടി മരിച്ചുപോയി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു അബ്സലോം. അവൻ്റെ സഹോദരനായ അബ്നോനെ കൊന്നുകളഞ്ഞു. പിതാവിൻ്റെ കോപത്തെ ഭയന്ന അബ്സലോം നാടുവിട്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം സ്നേഹിതരുടെ പ്രേരണ കൊണ്ടാണ് അബ്സലോം രഹസ്യമായി ഒരു വിപ്ലവത്തിന് മുതിർന്നത്. അവസാനം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദുഃഖിതനായ ദാവീദ് യെരൂശലേം വിട്ടുപോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എഫ്രൈം വനാന്തരങ്ങളിൽ വെച്ച് ദാവീദിൻ്റെ പട്ടാളം അബ്സലോമിൻ്റെ അനുയായികളെ പിടികൂടി. അബ്സലോം ഒരു കഴുതപ്പുറത്ത് കയറി പാഞ്ഞുപോയി. ആ പാഞ്ഞുപോയ അവസരത്തിൽ അവൻ്റെ നീണ്ട മുടി ഒരു കരുവേലകമെന്ന മരത്തിന്മിൻ്റെ കൊമ്പിൽ ചുറ്റി പിണഞ്ഞ് അവനങ്ങനെ ആ കൊമ്പിൽ കുടുങ്ങിക്കിടന്ന് ആടിത്തുടങ്ങി. ഉടനെ ശത്രുക്കൾ അവനെ വെട്ടിക്കൊന്നു.
യുദ്ധം അതോടെ അവസാനിക്കുകയും ചെയ്തു. അബ്സലോമിൻ്റെ മരണത്തെപ്പറ്റി ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദിന് വലിയ ദുഃഖമായി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എൻ്റെ മകനായ അബ്സലോമേ, എൻ്റെ മകനെ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് നിലവിളിച്ചു കരഞ്ഞത്. ഈ ദുഃഖങ്ങളും മറ്റും പലതും ദാവീദ് പശ്ചാത്തപിക്കുന്നതിൻ്റെ തെളിവായിരുന്നു. പ്രലോഭനം കൊണ്ട് തെറ്റിൽ വീണെങ്കിലും തെറ്റ് അതിൻ്റെ തനിനിറത്തിൽ കണ്ടപ്പോൾ പിന്മാറി അതിനെപ്പറ്റി പശ്ചാത്തപിച്ചു. ദൈവത്തോട് മാപ്പിരന്നുകൊണ്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശ്രേഷ്ഠതയുടെ തെളിവാണിതെല്ലാം. തൻ്റെ കാലത്തെ മനുഷ്യരിലും എക്കാലത്തെ ക്രിസ്ത്യാനികളിലും ദാവീദ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള അപാരമായ വിശ്വസ്തത, തിരുമനസ്സിനോടുള്ള തികഞ്ഞ വിധേയത്വം, ഇവയിലാണ് ദാവീദിൻ്റെ വലിപ്പം അടങ്ങിയിരിക്കുന്നത്. ബുദ്ധിയുള്ള ഭരണാധികാരി, ശ്രേഷ്ഠനായ രാജാവ്, വിശ്വസ്തനായ ദാസൻ എന്നീ നിലകളിൽ ദാവീദ് ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്വത്തിൻ്റെ വിശ്വസ്ത പ്രതിരൂപമാകുന്നു. ദാവീദ് രാജാവിൻ്റെ വംശത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവും. ഇത് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.